സർവം കൃഷ്ണാർപ്പണമസ്തു. ദ്വാരകാപുരിയിലെ കൃഷ്ണവിഗ്രഹം ഉടുപ്പിയിൽ എത്തിയ കഥ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കർണാടകയിലെ മൽപെയിലെ ശാന്തമായ കടൽത്തീരത്ത് ധ്യാനനിരതനായിരിക്കുകയായിരുന്ന പ്രശസ്ത സന്യാസിയായ ശ്രീ മധ്വാചാര്യർ. പ്രകൃതിയും കടലും പൊതുവെ ശാന്തമായിരുന്നു. അതേസമയം ദ്വാരകയിൽ നിന്നും പുറപ്പെട്ട ഒരു വലിയ ചരക്ക് കപ്പൽ മൽപെ തീരത്തിന് ഏതാനും നാഴികകൾ അകലെ എത്തിയിരുന്നു. പെട്ടെന്നാണ് ആകാശത്ത് കരിമേഘങ്ങൾ ഉരുണ്ടുകൂടിയത്. കടൽ പ്രക്ഷുബ്ധമായി. ഭീമാകാരമായ തിരമാലകൾ കപ്പലിനെ വിഴുങ്ങാൻ തുടങ്ങി. കപ്പലിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. നാവികനും ജീവനക്കാരും ഭയന്ന് വിറച്ച് നിലവിളിക്കാൻ തുടങ്ങി. തീരത്തിരുന്ന് ധ്യാനിക്കുകയായിരുന്ന മധ്വാചാര്യർ തൻ്റെ ദിവ്യദൃഷ്ടിയിലൂടെ കപ്പലിൻ്റെ അപകടാവസ്ഥ മനസ്സിലാക്കി. ആചാര്യർ പതിയെ കണ്ണുകൾ തുറന്നു. അദ്ദേഹം തീരത്തോട് ചേർന്ന ഒരു വലിയ പാറമേൽ കയറി നിന്ന് തൻ്റെ കാവ്യവസ്ത്രം വായുവിൽ വീശിക്കൊണ്ട് കടലിന് നേരെ കൈകൾ ഉയർത്തി. ഒരു അത്ഭുതമെന്നോണം മിനിറ്റുകൾക്കകം തന്നെ ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് അടങ്ങി. കടൽ ശാന്തമായി. നിയന്ത്രണം നഷ്ടപ്പെട്ട് ആടിയുലഞ്ഞുകൊണ്ടിരുന്ന കപ്പൽ മധ്വാചാര്യർ നിന്നിരുന്ന തീരത്തേക്ക് കാറ്റിൻ്റെ ഗതിയെ നീങ്ങി. യാതൊരു പോറൽ പോലും ഏൽക്കാതെ സുരക്ഷിതമായി തീരത്തേക്ക് അടുത്തു. തങ്ങളുടെ ജീവൻ രക്ഷിച്ചത് തീരത്തു നിന്ന ആ ദിവ്യ സന്യാസിയാണെന്ന് കപ്പലിൻ്റെ ക്യാപ്റ്റന് മനസ്സിലാക്കി. അദ്ദേഹം ഓടിവന്ന് ആചാര്യരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. മഹാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. ഈ കപ്പലിലുള്ള വിലപിടിപ്പുള്ള സ്വർണവും രത്നങ്ങളും എന്താണെന്ന് വെച്ചാൽ അവിടത്തേക്ക് സമ്മാനമായി സ്വീകരിക്കാം, ക്യാപ്റ്റൻ ഭക്തിയോടെ പറഞ്ഞു. എന്നാൽ മധ്വാചാര്യർ പുഞ്ചിരിച്ചതേ ഉള്ളൂ. ലൗകിക സുഖങ്ങളിൽ താല്പര്യമില്ലാതിരുന്ന ആചാര്യരുടെ കണ്ണു ചെന്നുടക്കിയത് കപ്പലിൻ്റെ ഒരു കോണിൽ കിടന്നിരുന്ന വലിയൊരു മൺകട്ടയിലാണ്. കപ്പലിൻ്റെ ഭാരം ക്രമീകരിക്കാൻ വേണ്ടി ദ്വാരകയിൽ നിന്നും കയറ്റിയ ഒരു വലിയ ഉറച്ച മൺകട്ടയായിരുന്നു അത്. എനിക്ക് ആ സ്വർണവും പണവും ഒന്നും വേണ്ട, ആ കിടക്കുന്ന മൺകട്ട മാത്രം മതി, ആചാര്യർ പറഞ്ഞു. ക്യാപ്റ്റന് അത്ഭുതം തോന്നിയെങ്കിലും അദ്ദേഹം ആ വലിയ മൺകട്ട ആചാര്യർക്ക് സമർപ്പിച്ചു. ആചാര്യർ ആ മൺകട്ട കൈകളിൽ എടുത്തപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവും ഭക്തിയാൽ പുളകം കൊണ്ടു. കാരണം ആ കട്ടയ്ക്കുള്ളിൽ ഒരു രഹസ്യമുണ്ടായിരുന്നു. അതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദ്വാരക മുഴുവനായി കടലിൽ മുങ്ങിയപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ അമ്മയായ ദേവകി പൂജിച്ചിരുന്ന വിഗ്രഹം കടലിൽ അടിഞ്ഞുപോയിരുന്നു. കാലങ്ങൾ കൊണ്ട് അത് മണ്ണും ചെളിയും പൊതിഞ്ഞ് ഉറച്ച് പാറ പോലെയുള്ള ഒരു മൺകട്ടയായി മാറി. ആ കട്ടയാണ് കടൽ തീരത്ത് നിന്ന് ഈ നാവികർ കപ്പലിൽ കയറ്റിയിരുന്നത്. ആർക്കും അറിയാതിരുന്ന ആ സത്യം ആചാര്യർ അറിഞ്ഞു. മധ്വാചാര്യർ അതീവ ജാഗ്രതയോടെ ആ മൺകട്ട പതിയെ പൊളിച്ചു മാറ്റി. അതാ അതിനുള്ളിൽ നിന്ന് അതിമനോഹരമായ ആ കൃഷ്ണവിഗ്രഹം വെളിപ്പെട്ടു. ഒരു കൈയിൽ തൈര് കടയുന്ന മത്തും മറുകൈയിൽ കയറുമുള്ള അതീവ സുന്ദരമായ ആ പഴയ കൃഷ്ണവിഗ്രഹം. തൻ്റെ പ്രിയ ഭക്തൻ്റെ അടുത്തേക്ക് ഭഗവാൻ നേരിട്ട് വന്നിരിക്കുന്നു. ആചാര്യർ ആ വിഗ്രഹം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആനന്ദക്കണ്ണീരൊഴുക്കി. തുടർന്ന് ഉടുപ്പിയിലേക്ക് കൊണ്ടുവന്ന് അവിടുത്തെ മധ്യസരോവരം എന്ന പവിത്രമായ കുളത്തിൽ കഴുകി വൃത്തിയാക്കി. വലിയ ആഘോഷങ്ങളോടെ പ്രതിഷ്ഠിച്ചു. അവിടെ ക്ഷേത്രം സ്ഥാപിച്ചു. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം. ആ വിഗ്രഹമാണ് ഇന്നും അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സർവം കൃഷ്ണാർപ്പണമസ്തു.